നമസ്തേ. ഇത് പുതിയ ഭാഗം ഇന്ത്യയിൽ സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ച. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യൂറോപ്പിലെ സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നമ്മൾ എന്തിനു പഠിക്കണം എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ച. ഇന്ത്യയിൽ എങ്ങനെയാണ് സോഷ്യോളജി വളർന്നത്, ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 6 and 4 മാർക്സ്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എങ്കിലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 6, 4 മാർക്കുകൾക്കാണ് ചോദിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. വലിയൊരു പേജ്, വലിയ ബുക്കിനകത്തുള്ള ഒരു പേജാണുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ രീതി ട്രൈ ചെയ്ത് നോക്കുവാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഈ രീതി തന്നെ തുടരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയണ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞരുടെ മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങൾ നമ്മെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹ്യ മാറ്റം വളരെ വേഗത്തിലുണ്ടായത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും അവിടെ യൂറോപ്പിലുണ്ടായ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി വ്യവസായവൽക്കരണം ആരംഭിക്കുന്നു. എന്നിട്ട് അവർ ഓരോ രാജ്യങ്ങളിലും പോയി കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കോളനി എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ ലാഭം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ സാമൂഹ്യ മാറ്റം വലിയ രീതിയിൽ ഉണ്ടായത് ഈ പാശ്ചാത്യർ അല്ലെങ്കിൽ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം കോളനി ആക്കി ഭരിക്കുമ്പോൾ അതിനെ നമ്മൾ കൊളോണിയലിസം എന്ന് പറയുന്നുണ്ട്. കൊളോണിയലിസം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കൊളോണിയലിസം എന്നും വ്യവസായവൽക്കരണം എന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയും. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഫാക്ടറികളിൽ ഉൽപാദനം നടത്തുന്ന ആ ഒരു പ്രക്രിയ, അത് തുടർച്ചയായ ഒരു വലിയ പ്രോസസ്സായി മാറുമ്പോഴാണ് നമ്മൾ അതിന് വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞരുടെ മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങളാണ് നമ്മളെ സഹായിച്ചത്. അതായത് ദ റൈറ്റിംഗ്സ് ഓഫ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് അബൌട്ട് ക്യാപിറ്റലിസം ഹെൽപ്ഡ് us to understand social change in India. We used the writings of these Western social thinkers about the capitalism to study about Indian society. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ്, വ്യവസായവൽക്കരണം ഇന്ത്യയിൽ വരുത്തിയ സ്വാധീനം വ്യവസായവൽക്കരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ വരുത്തിയ സ്വാധീനങ്ങളിൽ നിന്നും വ്യത്യാസമാണ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, യൂറോപ്പിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പല പണികളും ചെയ്തിരുന്ന, കൃഷിപ്പണി ചെയ്തിരുന്ന ആൾക്കാരുടെയൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഒരുപാട് പരമ്പരാഗത തൊഴിലുകൾ, കരകൗശല മേഖലയൊക്കെ തകർന്നടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായ തകർച്ചയെക്കാട്ടിയും ഭീകരമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായ തകർച്ച. അപ്പം വ്യവസായവൽക്കരണം ഇന്ത്യയിൽ വരുത്തിയ സ്വാധീനം വ്യവസായവൽക്കരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ വരുത്തിയ സ്വാധീനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതെങ്ങനെയാണെന്ന് ഉള്ളത് ഒരു പോയിന്റിൽ അടുത്തൊരു പോയിന്റാണ്. അപ്പോൾ ദി ചേഞ്ചസ് ദാറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ മെയ്ഡ് ഇൻ ഇന്ത്യ വാസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ദി വെസ്റ്റേൺ കൺട്രീസ് ഹാഡ്. അവരുടെ കൺട്രീസിൽ അവർക്കുണ്ടായിരുന്നതിനെക്കാട്ടിയും ഡിഫറെൻ്റ് ആയിരുന്നു ഇന്ത്യയിലെ വ്യവസായവൽക്കരണം മൂലമുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വ്യവസായവൽക്കരണം ഇന്ത്യയിൽ സ്വാധീനിച്ചിരുന്നത്. ഇനി പാശ്ചാത്യർ അവരുടെ, അതെന്താണെന്നാണ് ഇനി പറയുന്നത്. പാശ്ചാത്യർ അവരുടെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായവൽക്കരണം നടത്തുന്നു. വെസ്റ്റേണേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇൻഡസ്ട്രിയലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിൽ ഇന്ത്യയിൽ കൊളോണിയൽ വ്യവസായവൽക്കരണം നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലേക്ക് വ്യവസായവൽക്കരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവന്നത് ആരാണ്? വെസ്റ്റേണേഴ്സ് ആണ്, അല്ലേ? കൊളോണിയൽ റൂളേഴ്സ് ആണ്. അവരെന്ത് ചെയ്യുന്നു? അവർ നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളെ പാടെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വ്യവസായവൽക്കരണമായിരുന്നു കൊളോണിയൽ റൂളേഴ്സ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. മനസ്സിലായല്ലോ? അവിടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അവരുടെ പരമ്പരാഗത വ്യവസായങ്ങളെ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. ഒരു പരിധി വരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് പോയത്. ഇനി വി ഹാവ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ്
ഉദാഹരണത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ കോട്ടൺ കൊണ്ടുപോയി. നമ്മളിവിടെ ഉണ്ടായിരുന്ന നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ നമുക്ക് കോട്ടൺ ഉണ്ട്. കോട്ടൺ എന്ന് പറയുന്ന പഞ്ഞി നമുക്കൊരു മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ കോട്ടൺ കൊണ്ടുപോയി യന്ത്രം ഉപയോഗിച്ച് ബ്രിട്ടീഷ് കോട്ടൺ തുണി നിർമ്മിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി took our cotton and they made best quality cotton there in Britain with the help of modern machineries. ഇത് നമ്മുടെ പരുത്തി തുണി വ്യവസായം നശിപ്പിച്ചു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന നല്ല കോട്ടനെ കൊണ്ടുപോകുന്നു. അതുപോലെ നമുക്ക് പരുത്തി തുണി നമ്മൾ ഒരുപാട് ഉണ്ടാക്കുമായിരുന്നു. അപ്പം നല്ല കോട്ടൺ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ അവർ ഇവിടെ കൊണ്ടുവന്നും വിറ്റിട്ടുണ്ടാവും. അപ്പം നമ്മുടെ തുണി വ്യവസായം, അത് പരുത്തി തുണി ആയാലും നമ്മുടെ കോട്ടൺ തുണി വ്യവസായമായാലും എല്ലാം നശിക്കുവാനായിട്ട് അത് കാരണമാകുന്നു. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ്. അത്ര ക്ലിയർ അല്ല. ഇന്ത്യൻ സമൂഹത്തെ അവർ മോശമായി ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറ്റമില്ലാത്തവയെന്നും അവർ പറയുന്നു. ഇന്ത്യൻ സമൂഹത്തിന് അവരുടെ റൈറ്റേഴ്സും അവരുടെ ട്രാവലേഴ്സും ഒക്കെ അവരുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതുമ്പോൾ ഇന്ത്യൻ സമൂഹം മോശമാണ്, സംസ്കാരം മോശമായിട്ടുള്ളതാണ്, ചേഞ്ച് ഉള്ളതല്ല, നോട്ട് ചേഞ്ചിങ്, അതുപോലെ തന്നെ ഇൻഫാൻസി സ്റ്റേജിലാണ് എന്നൊക്കെ അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇൻഫാൻസി ഓഫ് സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന്, അൺചേഞ്ചിങ് സൊസൈറ്റി ആണെന്നും മാറ്റമില്ലാത്തവയാണെന്നും ശൈശവാവസ്ഥയിലാണെന്നും എല്ലാം അവരെന്ത് ചെയ്യുന്നു, അവരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ ട്രാവലേഴ്സിനുമൊക്കെ അങ്ങനെ പറഞ്ഞ് ട്രാവലേഴ്സൊക്കെ എല്ലായിടും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. ഈ ആരാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറ്റമില്ലാത്തവയും ശൈശവാവസ്ഥയിലാണെന്ന് പറഞ്ഞത്? ബ്രിട്ടീഷ് യാത്രക്കാരും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so they depicted Indian villages as unchanging and the Indian villages are in the state of infancy of society എന്ന് പറയുന്നു. ഇനി പാശ്ചാത്യർ സമൂഹശാസ്ത്രം മനുഷ്യ സംഘങ്ങളുടെയും വ്യവസായവൽകൃത ലോകത്തെ വിശകലനം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹങ്ങളുടെയും പഠനം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ വെസ്റ്റേണേഴ്സ് സോഷ്യോളജിയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. പാശ്ചാത്യർ സമൂഹശാസ്ത്രത്തെ മനുഷ്യ സംഘങ്ങളുടെയും സോഷ്യൽ ഗ്രൂപ്പ്സ് വ്യവസായവൽകൃത ലോകത്തെ വിശകലനം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹങ്ങളുടെയും, അതായത് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള ആ സൊസൈറ്റിയെ അനലൈസ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹങ്ങളുടെ പഠനമാണ് എന്ന് പറയുന്നു. അതായത് ഈ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചും പഠിക്കുന്ന, അതുപോലെ സോഷ്യൽ ഗ്രൂപ്പുകളെയും കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? വെസ്റ്റേൺ തിങ്കേഴ്സ് അല്ലെങ്കിൽ പാശ്ചാത്യർ പറയുന്നത്. ഇനി നരവംശശാസ്ത്രം. അപ്പം ഇവിടെ നമ്മൾ സോഷ്യോളജിയെക്കുറിച്ചും അതുപോലെ തന്നെ സോഷ്യോളജിയുമായിട്ട് ചേർന്നൊരു വിഷയമുണ്ട്, ആന്ത്രപ്പോളജി എന്ന് പറയും. ഓക്കെ, ശരിക്കും ആന്ത്രപ്പോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആന്ത്രപ്പോളജി അഥവാ നരവംശശാസ്ത്രം എന്ന് പറയും. മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണത്. ആദ്യകാലങ്ങളിൽ അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യരെ കുറിച്ചുള്ള പ്രിമിറ്റീവ് കൾച്ചറുള്ള ആൾക്കാരെ കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം ചെയ്യുന്നത്. ഇനി നരവംശശാസ്ത്രം എന്ന് പറയുന്ന വിഷയം ഒരു മനുഷ്യൻ്റെ ബയോളജിയെക്കുറിച്ച് പഠിക്കുന്നു, അതുപോലെ അവൻ്റെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നു, സൈക്കോളജിക്കൽ ലൈഫിനെ കുറിച്ചും പഠിക്കുന്നു നരവംശശാസ്ത്രം അഥവാ ആന്ത്രപ്പോളജി. എന്തൊക്കെ പഠിക്കുന്നു? മനുഷ്യൻ്റെ ബയോളജിയെക്കുറിച്ച് പഠിക്കുന്നു, പ്രാകൃത മനുഷ്യൻ്റെ, അതുപോലെ അവൻ്റെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നു, അവൻ്റെ സൈക്കോളജിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഈ ആന്ത്രപ്പോളജിയുടെ ഒരു സബ് ഡിവിഷനാണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ മനുഷ്യൻ്റെ പ്രിമിറ്റീവ് സംസ്കാരമുള്ള മനുഷ്യൻ്റെ, പ്രാകൃത സംസ്കാരമുള്ള മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അത് ആന്ത്രപ്പോളജിയുടെയും ഒരു ബ്രാഞ്ചാണ്, ഒപ്പം തന്നെ സോഷ്യോളജിയുടെയും അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിൻ്റെയും ഒരു ബ്രാഞ്ചാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ആന്ത്രപ്പോളജിയുടെയും ഒരു ബ്രാഞ്ചാണ്, അതുപോലെ തന്നെ സോഷ്യോളജിയുടെയും ഒരു ബ്രാഞ്ചാണ് എന്ത്? സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ചിലപ്പം നമ്മൾ ചിലപ്പം നരവംശശാസ്ത്രം എന്ന് പറയേണ്ട സ്ഥലങ്ങളിൽ സമൂഹ നരവംശശാസ്ത്രം എന്ന് പറയും. അത് ചില പുസ്തകങ്ങളിൽ ചില ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ചില ഇഷ്യൂസ് കൊണ്ട് അങ്ങനെ പറയാം. അപ്പം നിങ്ങളത് തെറ്റിദ്ധരിക്കേണ്ട, രണ്ടും ഒന്ന് എന്ന ധാരണയിൽ തന്നെ മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, രണ്ടും ഒന്നല്ല, വ്യത്യാസം മനസ്സിലായല്ലോ. നരവംശശാസ്ത്രം പ്രാകൃത മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നു, സാമൂഹിക നരവംശശാസ്ത്രം നരവംശശാസ്ത്രത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ്. പക്ഷെ അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മനുഷ്യരുടെ പ്രിമിറ്റീവ് സംസ്കാരമുള്ള മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് സാമൂഹിക നരവംശശാസ്ത്രം.
അപ്പോൾ പാശ്ചാത്യർ പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത് മനുഷ്യ സംഘങ്ങളുടെയും വ്യവസായവൽകൃത ലോകത്തെ വിശകലനം ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന സമൂഹങ്ങളുടെ, അതായത് വ്യാവസായിക ലോകത്തിനെ കുറിച്ച് പഠിക്കുന്ന സമൂഹങ്ങളുടെയും പഠനമാണ് എന്ത് സോഷ്യോളജി എന്നാണ് വെസ്റ്റേണേഴ്സ് പറയുന്നത്. പക്ഷെ നരവംശാസ്ത്രം എന്താണ്? പാശ്ചാത്യേതര സംസ്കാരമുള്ള സാധാരണ സമൂഹങ്ങളുടെ പഠനമെന്നും പറയുന്നു. അപ്പൊ നരവംശാസ്ത്രത്തിന് അവർ പറയുന്നത് പാശ്ചാത്യേതരം, അതായത് അവരുടേതല്ലാത്ത പാശ്ചാത്യേതര സംസ്കാരമുള്ള സാധാരണ സമൂഹങ്ങളുടെ പഠനമെന്നും പറയുന്നു. മനസ്സിലായല്ലോ? ഇത് ആര് പറയുന്നതാണ്? സോഷ്യോളജിയെയും അതുപോലെ തന്നെ നരവംശാസ്ത്രത്തിനെയും ഒരു വ്യത്യാസത്തിനെ കുറിച്ച് പാശ്ചാത്യർ പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇനി അപ്പോൾ നമ്മുടെ സമൂഹശാസ്ത്രജ്ഞനായ ഒരു എം.എൻ. ശ്രീനിവാസനുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ തുടക്കമായതുകൊണ്ട് നിങ്ങൾക്ക് എം.എൻ. ശ്രീനിവാസനെ കുറിച്ചൊന്നും അറിയില്ല. ദക്ഷിണേന്ത്യയിലുള്ള പ്രമുഖനായിട്ടുള്ള ഒരു സമൂഹശാസ്ത്രജ്ഞനാണ് ആര്? എം.എൻ. ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ഈ എം.എൻ. ശ്രീനിവാസൻ പറയുന്നത് ഇന്ത്യയിൽ സാമൂഹ്യ നരവംശാസ്ത്രം എല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കാർഷിക സമൂഹങ്ങൾ, വർഗങ്ങൾ, വ്യാവസായിക സമൂഹങ്ങൾ എല്ലാം പഠിക്കുന്നു എന്നാണ് എം.എൻ. ശ്രീനിവാസൻ പറയുന്നത്. അപ്പോൾ പാശ്ചാത്യർ പറഞ്ഞത് തെറ്റ് എന്ന് എം.എൻ. ശ്രീനിവാസൻ പറയുന്നു. നരവംശാസ്ത്രം, സാമൂഹിക നരവംശാസ്ത്രജ്ഞർ എല്ലാം പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ സമൂഹശാസ്ത്രവും സാമൂഹിക നരവംശാസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിയെയും അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിലെ സമൂഹശാസ്ത്രത്തിൻ്റെ വളർച്ച എന്നതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. ഇതിനകത്ത് ശരിക്കും വളർച്ചയെക്കുറിച്ചൊന്നും വലുതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് കൊണ്ട് ഇത് തന്നെയാണ് പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ പാശ്ചാത്യർ സമൂഹശാസ്ത്രം എന്ത് പഠിക്കുന്നു, അതുപോലെ തന്നെ നരവംശാസ്ത്രം എന്ത് പഠിക്കുന്നുവെന്നും ഇന്ത്യൻ സമൂഹശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നും ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ മുകളിൽ നമ്മൾ പറഞ്ഞു വ്യവസായവൽക്കരണം മൂലം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ തകർന്നടിഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട്. അത്രയുമാണ് ശരിക്കും ഇതിനകത്തുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിയും നരവംശാസ്ത്രവും വളരെ വ്യത്യാസമാണ്. സോഷ്യോളജി എന്ന് പറയുമ്പം പുതിയ ആധുനിക സമൂഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റും നരവംശാസ്ത്രം എന്ന് പറയുമ്പോൾ പാശ്ചാത്യേതര സംസ്കാരമുള്ള സാധാരണ അവരുടെ സംസ്കാരം മികച്ചതെന്ന ചിന്തയിലാണ് അവരങ്ങനെ പറയുന്നത്. ഓക്കെ, പാശ്ചാത്യേതരം എന്ന് പറയുമ്പം പ്രാകൃത സംസ്കാരം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സാധാരണ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം എന്നുമാണ് പാശ്ചാത്യർ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മുടെ എം.എൻ. ശ്രീനിവാസൻ പറയുന്നത് ഇന്ത്യയിൽ സമൂഹശാസ്ത്രവും സാമൂഹിക നരവംശാസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നും പറയുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഒരു മാർക്കിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറ്റമില്ലാത്തവയും ശൈശവാവസ്ഥയിലും ആണെന്ന് ആരാണ് പറഞ്ഞ? പാശ്ചാത്യ സമൂഹശാസ്ത്രജ്ഞര്. പിന്നെ അതുപോലെ തന്നെ പാശ്ചാത്യ സമൂഹശാസ്ത്രം എന്തിനെ കുറിച്ച് പഠിക്കുന്നു, നരവംശാസ്ത്രം എന്തിനെ കുറിച്ച് പഠിക്കുന്നു എന്നും എം.എൻ. ശ്രീനിവാസൻ പറഞ്ഞു ഇന്ത്യയിൽ സമൂഹശാസ്ത്രവും സാമൂഹിക നരവംശാസ്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതും ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. അത് ആര് പറഞ്ഞു എന്നുള്ളതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മനസ്സിലായല്ലോ? ആ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തത് scope of sociology. Again this can be asked for 6 marks. Scope of sociology അല്ലെങ്കിൽ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വിഷയം നമ്മൾ എന്തിനു പഠിക്കുന്നു, ഈ വിഷയത്തിൽ നമ്മൾ എന്തു പഠിക്കുന്നു, ഈ വിഷയം നമ്മൾ എന്തിനു പഠിക്കുന്നു. വൈ വി ആർ സ്റ്റഡിയിങ് സോഷ്യോളജി, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദി സബ്ജക്ട് സോഷ്യോളജി. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇതും 2 പേജാണുള്ളത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ വ്യാപ്തി വളരെ വിശാലമാണെന്നാണ് പറയുന്നത്. വളരെ വിശാലം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് വൈഡ് എന്നാണ് പറയുന്നത്. വളരെ വിശാലമാണ്. ഇനി ഒന്നാമത് നമുക്ക് നോക്കാം. നമ്മൾ വ്യക്തികൾക്കിടയിലെ പരസ്പര ബന്ധത്തിനെ കുറിച്ച്, അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, അച്ഛനും കുഞ്ഞും, കുടുംബത്തിലെ അംഗങ്ങളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ഒരു കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ബന്ധം, ഒരു കുട്ടിയും സമൂഹവും തമ്മിലുള്ള ബന്ധം, എല്ലാം പരസ്പര ബന്ധത്തിൽ വരുന്നു. അപ്പോൾ വ്യക്തികൾക്കിടയിലെ പരസ്പര ബന്ധം, വർഗസംഘർഷം എന്ന് പറയുമ്പോൾ
പണക്കാരൻ, നമ്മുടെ സോഷ്യോളജിയിലെ വർഗം എന്ന് പറയുന്നത് പണക്കാരൻ പാവപ്പെട്ടവൻ എന്നുള്ള വർഗമാണ്. ഓക്കെ, അപ്പം പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള സംഘർഷങ്ങൾ, തൊഴിലില്ലായ്മ ഒരു സാമൂഹിക പ്രശ്നമാണ്, അൺഎംപ്ലോയ്മെന്റ്, ഇത് ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗസംഘർഷം, ക്ലാസ് കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ദെൻ സ്ത്രീധനം, ഡവറി, പോവർട്ടി, ദാരിദ്ര്യം, ജാതി സംഘർഷം, കാസ്റ്റ് കോൺഫ്ലിക്ട്സ്, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്, അന്ധവിശ്വാസങ്ങൾ, ആൽക്കഹോളിസം, മദ്യപാനം, പ്രോബ്ലംസ് ഓഫ് യൂത്ത്, യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദേശ കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻഡസ്ട്രീസിൻ്റെയും അതുപോലെ ഫോറിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒക്കെ നമ്മുടെ രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം, അതാണ് വിദേശ കടന്നുകയറ്റങ്ങൾ. ബഹുജന മാധ്യമ ദുരുപയോഗം, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ മിസ്യൂസ് ചെയ്യുന്നത്, ഇവയെക്കുറിച്ചെല്ലാം നാം സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് വാസ്റ്റ്, ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. വ്യക്തികൾക്കിടയിലെ പരസ്പര ബന്ധം, സോഷ്യൽ ഇൻ്ററാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗസംഘർഷം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, സ്ത്രീധനം, ഡവറി, ദാരിദ്ര്യം, പോവർട്ടി, ജാതി സംഘർഷം, കാസ്റ്റ് കോൺഫ്ലിക്റ്റ്, അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷ്യൻ, മദ്യപാനം, ആൽക്കഹോളിസം, യുവാക്കന്മാരുടെ പ്രശ്നങ്ങൾ, യൂത്ത് പ്രോബ്ലംസ്, ദെൻ വിദേശ കടന്നുകയറ്റങ്ങൾ, ഇൻ്റർഫിയറൻസ് ഓഫ് ഫോറിൻ ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബഹുജന മാധ്യമ ദുരുപയോഗം, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ മിസ്യൂസ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സമകാലീന സമൂഹത്തിലെ സാമൂഹ്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരവും നമുക്ക് നൽകുന്നു സോഷ്യോളജി. സമകാലീന സമൂഹം എന്ന് പറഞ്ഞാൽ റീസെൻറ്റ് മോഡേൺ സൊസൈറ്റി എന്ന് നമുക്ക് പറയാം. റീസെൻറ്റ് സൊസൈറ്റിയെക്കുറിച്ചുള്ള എന്താണ്, പുതിയ സാമൂഹിക സംവിധാനങ്ങളെക്കുറിച്ച്, അവിടെയുള്ള ലീഗൽ സിസ്റ്റം എന്ത്, നിയമവ്യവസ്ഥ എന്ത്, കുടുംബ വ്യവസ്ഥ എന്ത്, ഫാമിലി സിസ്റ്റം എന്ത്, എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്താണ്, വിദ്യാഭ്യാസ വ്യവസ്ഥ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തുള്ള സമൂഹത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരം നൽകുന്നതും ആരാണ്? സോഷ്യോളജിയാണ്. നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു. ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ചും ലോസിനെ കുറിച്ചും, ഇമ്പോർട്ടൻസ് ഓഫ് ലീഗൽ സിസ്റ്റം ആൻഡ് ലോസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി വർണ്ണം, വർഗം, പ്രദേശം, മതം തുടങ്ങിയ സങ്കുചിത ചിന്തകളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നു. ഇഫ് യു സ്റ്റഡി ദിസ് സബ്ജക്ട് may help you to avoid these feelings like feelings based on color, feelings based on class, feelings based on regionalism, feelings based on caste, feelings based on religion, etc. അപ്പോൾ വർണ്ണം, വർഗം, കറുത്ത വർണ്ണം, വെളുത്ത വർണ്ണമെന്നോ അല്ലെങ്കിൽ ജാതി എന്നുള്ളതാണ് ഇവിടെ വർണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം, ഓക്കെ, വർണ്ണ വ്യവസ്ഥ എന്നാണ് അതിന് പണ്ട് പറയുന്നത്. വർണ്ണ സിസ്റ്റം എന്നാണ് കാസ്റ്റ് സിസ്റ്റത്തിന് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ വർണ്ണം, വർഗം, പ്രദേശം, മതം തുടങ്ങിയ സങ്കുചിത ചിന്തകളെ ഇല്ലാതാക്കുവാനായിട്ട് സോഷ്യോളജി നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, സോഷ്യോളജിയുടെ വ്യാപ്തി വലുതാണ്. പിന്നെ വ്യക്തികൾക്കിടയിലെ പരസ്പര ബന്ധം, പേഴ്സണൽ ഇൻട്രാക്ഷൻ മനസ്സിലാക്കിക്കുന്നു. വർഗസംഘർഷങ്ങൾ, തൊഴിലില്ലായ്മ, സ്ത്രീധനം, ദാരിദ്ര്യം, ജാതി സംഘർഷം, അന്ധവിശ്വാസങ്ങൾ, മദ്യപാനം, യുവാക്കന്മാരുടെ പ്രശ്നങ്ങൾ, വിദേശ കടന്നുകയറ്റങ്ങൾ, ബഹുജനമാധ്യമ ദുരുപയോഗം, അടുത്ത കാലത്തെ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ സാമൂഹിക സംവിധാനങ്ങൾ, മാറ്റങ്ങൾ എന്തെല്ലാം, നിയമങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. നമ്മുടെ മനസ്സിലുള്ള സങ്കുചിത ചിന്താഗതികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ, കാസ്റ്റിൻ്റെ, ക്ലാസിൻ്റെ, റിലിജൻ്റെ ബേസിലൊക്കെയുള്ള, ഭാഷയുടെ ബേസിലൊക്കെയുള്ള സങ്കുചിത ചിന്താഗതികളെ ഇല്ലാതാക്കുവാനായിട്ട് സഹായിക്കുന്നു. പിന്നെ സങ്കുചിത ചിന്താഗതി എന്ന് പറയുമ്പോൾ നാരോ ഫീലിങ്സ് എന്ന് പറയാം. നാരോ ഫീലിങ്സ്, ഇടുങ്ങിയ ചിന്താഗതി ഒക്കെ നമ്മൾ തരണം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി അടുത്തത് സങ്കുചിത ചിന്താഗതികൾ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു. ജീവിതഘട്ടങ്ങൾ, ആചാരങ്ങൾ, ജീവിത രീതികൾ പഠിക്കുന്നു. ലൈഫിലെ ഓരോ സ്റ്റേജസ് ഏതൊക്കെയാണ്, ഇൻഫാൻസി, അത് കഴിഞ്ഞിട്ട് ചൈൽഡ്ഹുഡ്, അത് കഴിഞ്ഞിട്ട് അഡൽട്ട്ഹുഡ്, ദെൻ കംസ് ഓൾഡ് ഏജ്, അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, ശൈശവാവസ്ഥ, കൗമാര അവസ്ഥ, യൗവനം,
പിന്നെ പ്രായമാകുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള ജീവിതത്തിലെ പല ഘട്ടങ്ങളെക്കുറിച്ച്, ലൈഫിലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആചാരങ്ങളെക്കുറിച്ച്, ജീവിത രീതികളെക്കുറിച്ച് എല്ലാം സോഷ്യോളജി നമ്മെ പഠിപ്പിക്കുന്നു. ഇനി സോഷ്യോളജിയിൽ ഇത് കൂടാതെ നമ്മൾ നമ്മുടെ എല്ലാവിധ സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചും സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ജോലി സാധ്യതയിലേക്കാണ് പോകുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന്. ബിസിനസ്, വ്യവസായം, ഗവൺമെൻറ് ഏതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, വാർത്താവിനിമയം, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ നമുക്ക് ജോലി ലഭിക്കാം. ബിസിനസ് ചെയ്യാനായിട്ട് സോഷ്യൽ ആസ്പെക്ട്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം, വ്യവസായം ചെയ്യാൻ സഹായിക്കാം. ഗവൺമെൻറ് ഏതര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൻ്റെ ജോലികൾ, വാർത്താവിനിമയം, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഗവേണൻസിൽ ഒക്കെ നമുക്ക് ജോലി കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി സാമൂഹിക പ്രശ്നങ്ങൾ പഠിക്കുവാൻ, ഗവൺമെൻറ് വകുപ്പുകൾക്കായുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ, ഗവൺമെൻറ് ചില നയങ്ങൾ എങ്ങനെയെന്ന് പഠിക്കാൻ സമൂഹശാസ്ത്രജ്ഞർ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. നമ്മൾ സൊസൈറ്റിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് പഠിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, അതിനെ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിന് സഹായിക്കുന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ സഹായിക്കുവാൻ ഒരു സോഷ്യോളജിസ്റ്റിന് സാധിക്കുന്നു. ഇനി കുറ്റകൃത്യങ്ങളിലും അവയ്ക്കുള്ള ശിക്ഷാകാഠിന്യത്തിലും കാഴ്ചപ്പാടുകളിലും നിരവധി മാറ്റങ്ങൾ വരുത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ട് കുറ്റവാളിയെ കുറ്റം ചെയ്യുന്നവനെന്ന് മാത്രം നോക്കിക്കാണുമായിരുന്നു. ക്രൈം ചെയ്യുന്ന ആളിനെ അയാളുടെ ക്രൈമിനെ മാത്രം നോക്കിക്കൊണ്ടായിരുന്നു നമ്മൾ നോക്കിക്കാണുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നൊരു വിഷയം വന്നതോടുകൂടി ആ കുറ്റവാളി ഒരു മനുഷ്യനാണെന്നും ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കണമെന്നും അയാളെ കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള വിശാല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുവാൻ ഈ വിഷയം നമ്മെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് സോഷ്യോളജിയും. ഈ ശാസ്ത്രങ്ങൾ തമ്മിൽ വളരെ നേർത്ത അതിർവരമ്പുകൾ മാത്രമേ ഉള്ളൂ. മറ്റ് സാമൂഹിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ വി ഹാവ് പൊളിറ്റിക്കൽ സയൻസ്, വി ഹാവ് എക്കണോമിക്സ്, ഹിസ്റ്ററി, then we have international relations, etc. So we have anthropology. അപ്പോൾ ഈ വിഷയങ്ങളും സോഷ്യോളജിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. there are differences but there are relationship also. ഈ ശാസ്ത്രങ്ങൾ തമ്മിൽ നേർത്ത അതിർവരമ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ 2 6 മാർക്സിൻ്റെ അല്ലെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. ഇതിനകത്തു നിന്നും ചെറിയ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിർബന്ധമായിട്ടും വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. ടീച്ചറുടെ നോട്ട് മാത്രം നോക്കിയിരിക്കാൻ പാടില്ല. നോട്ട് നിങ്ങൾക്കൊരു സഹായി മാത്രമാണ്. എസ്സേ എഴുതാനൊക്കെ സഹായമാകും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെ നിന്നും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ when I finish one chapter, your duty is to read the whole chapter and mark wherever you feel like this can be asked for 1 mark. You underline it and mark on the side as 1 mark question. Okay, so that is your responsibility. You have to thoroughly read your textbook. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിനകത്തുള്ള 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ മാർക്ക് ചെയ്തും വയ്ക്കുക. മാക്സിമം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അല്ലാതെയൊക്കെ ചോദിക്കാം. ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും 1 മാർക്ക് ചോദിക്കുവാനുള്ള സാധാരണ അങ്ങനെയാണ് ചോദിക്കുന്നത്.